ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടോപ്പ് 5 ആയിട്ടുള്ള ബെസ്റ്റ് സെല്ലിംഗ് 125cc മോട്ടോർ സൈക്കിൾസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ജൂൺ മാസത്തെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം ലേറ്റസ്റ്റ് ജൂലൈ മാസത്തെ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിലെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള 125cc 5 മോട്ടോർ സൈക്കിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മോഡൽ കാര്യങ്ങളുടെ സെല്ലിംഗ് കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വലിച്ചിട്ടാണ് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന മോട്ടോർ സൈക്കിൾ നോക്കാം. ഹീറോയുടെ സൂപ്പർ സ്പ്ലെൻഡർ 125 എന്ന മോഡലാണ് നമുക്ക് ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്നത്. നമ്മൾ സ്പെസിഫിക്കേഷൻ കാര്യം നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക്, റയറിൽ ഡ്രം കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ജൂൺ മന്തിലെ സെയിൽ കാര്യങ്ങളുള്ളത് 21,396 യൂണിറ്റ്സ് ആണ് ഈ ഒരു മോഡൽ സെല്ലിംഗ് കാര്യം ചെയ്യുന്നത്. പ്രീവിയസ് മന്തിനെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഡൗൺ ഗ്രോത്ത് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. പിന്നെ ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്നത് ഹീറോയുടെ തന്നെ മോഡലാണ്. ഗ്ലാമർ 125 എന്ന് പറഞ്ഞ മോഡലാണ്. ഫ്രണ്ടിൽ നമുക്ക് LED ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഈ ഒരു മോഡൽ. അതുപോലെ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി കാര്യങ്ങൾ, ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക്, റയറിൽ ഡ്രം ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ വരുന്നത്. 121 കിലോഗ്രാമാണ് വണ്ടി വെയിറ്റ് കാര്യങ്ങൾ വരുന്നത്. ജൂണിലെ സെയിൽ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ 24,159 യൂണിറ്റ്സ് ആണ് സെയിലും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രോത്ത് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അപ്പിൽ തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്, ഡൗണും കാര്യങ്ങളൊന്നും അല്ല. തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത് TVSൻ്റെ റൈഡർ 125 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡൽ നോക്കുവാണെങ്കിൽ സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങൾ വരുന്നത് അത്യാവശ്യം നല്ല സ്പോർട്ടി ഡിസൈനോടാണ് വരുന്നത്. ഈ ഒരു മോഡൽ ജൂണിൽ 29,850 യൂണിറ്റ്സ് ആണ് സെയിലും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക്, റയറിൽ നമുക്ക് ഡ്രമ്മും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വിത്ത് ഓയിൽ കൂൾഡ് ആയിട്ട് വരുന്ന ഒരു മോഡൽ കൂടിയാണിത്. ഇനി നെക്സ്റ്റ് വരുന്ന സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് ബജാജിൻ്റെ പൾസർ 125 എന്ന് പറഞ്ഞ മോഡലാണ്. ഇപ്പോൾ സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് ജൂണിൽ സെയിലും കാര്യങ്ങൾ വന്നിട്ടുള്ളത് 63,586 യൂണിറ്റ്സ് ആണ് സെല്ലിങ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റും കാര്യങ്ങളുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് ബജാജിൻ്റെ 125cc പൾസർ. അപ്പോൾ ഈ മോഡൽ ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്പെസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ പോസ്റ്റേഴ്സ് ആൻഡ് നെഗറ്റീവ്സ് എല്ലാം അതിന് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് കാര്യം ഡിസ്ക്രിപ്ഷനിൽ കേൾക്കാം. ഇനി ഫസ്റ്റ് പോസ്റ്റിൽ നിൽക്കുന്നത് ഹോണ്ടയുടെ ഷൈൻ 125 എന്ന മോഡലാണ്. ഈ ഒരു മോഡലിൽ ജൂണിൽ സെല്ല് ചെയ്തിട്ടുള്ള 1,39,587 യൂണിറ്റ്സ് ആണ് സെല്ലിങ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഗ്രോത്ത് കാര്യങ്ങൾ സെയിൽ പോയിക്കൊണ്ടിരുന്ന ഹോണ്ടയുടെ മോട്ടോർ സൈക്കിൾ കൂടിയാണ്. നല്ലൊരു മൈലേജും കാര്യങ്ങളും ഉള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ കൂടിയാണ് ഹോണ്ടയുടെ ഷൈൻ 125 എന്ന മോഡൽ. സോ നിങ്ങൾ ഡെയിലി കമ്പ്യൂട്ടറായിട്ട് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മേ ബി ഇറ്റ്സ് എ ബെറ്റർ ചോയ്സ് ആയിരിക്കും. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഹോണ്ട എഞ്ചിനാണ് ഈ ഒരു മോഡൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മോഡലാണ് ടോപ്പ് ഓഫ് ദ ലൈനിൽ നിൽക്കുന്ന ഒരു 125cc മോട്ടോർ സൈക്കിൾ സെയിലിംഗ് ബേസിൽ നോക്കുമ്പോൾ. ഇനി നമ്മൾ മിസ് ചെയ്ത മറ്റൊരു വണ്ടിയുണ്ട്. ഇപ്പോൾ ടോപ്പ് 5 മാത്രം എടുത്തുകൊണ്ടാണ് ഈ ഒരു മോഡൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. കാരണം സെല്ലിംഗ് നോക്കുമ്പോൾ ടോപ്പ് 5 തൊട്ട് താഴെയാണ്. ഹീറോയുടെ എക്സ്ട്രീം 125 ആണ്. ജൂണിലെ സെയിൽ ആയിരുന്നു നോക്കുവാണെങ്കിൽ 21,054 യൂണിറ്റ്സ് ആണ് ഈ ഒരു മോഡൽ സെല്ലിംഗ് ആയിരുന്നു ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളും ഉണ്ട്. പ്രീവിയസ് മന്ത് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളുള്ള ഒരു മോഡലാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. റയർ പോർഷനിൽ നമുക്ക് ഡ്രം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. സോ അത്യാവശ്യം നീറ്റായിട്ടുള്ള സ്പെസിഫിക്കേഷനുള്ള ഒരു മോഡൽ കൂടിയാണ് ഹീറോയുടെ എക്സ്ട്രീം 125 എന്ന് പറഞ്ഞ മോഡൽ. സോ ഇത്രയും മോട്ടോർ സൈക്കിൾസ് ആണ് ജൂൺ മന്തിലെ 125cc അത്യാവശ്യം നല്ല സെല്ലിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള മോഡൽസ്. സോ ഈ ഒരു മോഡൽസ് നമ്മൾ സെല്ലിംഗ് ബേസ് മാത്രമാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മോഡൽസ് മേ ബി ഇതിനകത്ത് വന്നിട്ടില്ല. സോ അതിനുള്ള കാരണം സെല്ലിംഗ് ബേസിലുള്ള ആ ഒരു ടോപ്പ് 5 കാര്യങ്ങൾ വരാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പ് 5 വരുന്ന ബെസ്റ്റ് 125cc ഇൻ സ്പെസിഫിക്കേഷൻ ആൻഡ് പ്രൈസിങ് കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചാനലിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ. ബൈ.